ജലനിരപ്പ് 142 അടിയായി. കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്ന ആവശ്യം തമിഴ്നാട് തള്ളി. സമഗ്രമായ വിവരങ്ങൾ സാലി മുഹമ്മദ് നൽകും. സാലി, ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ എന്താണ്? ആനന്ദ്, ജലനിരപ്പ് 142 അടി എത്തിയ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വലിയ പ്രളയം നിലനിൽക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തുന്നതിന് വേണ്ടി കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യം സംസ്ഥാനം തമിഴ്നാടിനെ അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് അങ്ങനെ ഒരു ആവശ്യം തമിഴ്നാടിനെ ഔദ്യോഗികമായി തന്നെ കൈമാറുകയും ചെയ്തു. പക്ഷേ ആ അഭ്യർത്ഥന ചെവിക്കൊള്ളാൻ തമിഴ്നാട് തയ്യാറായിട്ടില്ല. ഇപ്പോഴും കുറഞ്ഞ അളവിൽ മാത്രമാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തമിഴ്നാടിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, 142 അടി എത്തിയതിനു ശേഷം ഒരല്പസമയം അത് നിലനിർത്തേണ്ടത് തമിഴ്നാടിന് പല കാരണങ്ങളാൽ ആവശ്യമാണ്. ഒന്ന്, തമിഴ്നാട് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സഫറിന്റെ ശേഷി 152 ആക്കി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ ഹർജി തമിഴ്നാടിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക വാദം കഴിഞ്ഞിരിക്കുകയാണ്. വാദം വരുമ്പോൾ കേരളം സ്വാഭാവികമായും പറയുക മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമല്ല എന്നുള്ളതായിരിക്കും. 142 അടിയിൽ നിന്ന് കുറയ്ക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. പക്ഷേ തമിഴ്നാട് അതിനെ എതിർക്കുന്നു. മാത്രമല്ല 152 എത്തിക്കണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ 142 തന്നെ സുരക്ഷിതമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിൽ 142 എത്തി അണക്കെട്ടിന് ഒരു ബലക്ഷയവുമില്ല എന്ന് തമിഴ്നാടിന് വാദിക്കാനുള്ള സാഹചര്യം ഇങ്ങനെ 142 അടിയിലെത്തി നിലനിർത്തിയാൽ ഉണ്ടാവും. അതാണ് തമിഴ്നാടിന്റെ ഒരു ഉദ്ദേശം. മറ്റൊരു പ്രതിസന്ധി ഉണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. തമിഴ്നാട്ടിൽ വ്യാപകമായി മഴ പെയ്യുകയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇറച്ചിൽ പാലം വഴിയും ടണൽ വഴിയും ഒക്കെ കൊണ്ടുപോയാൽ ഇത് സംഭരിക്കേണ്ടത് വൈഗ അണക്കെട്ടിലാണ്. വൈഗ അണക്കെട്ട് പക്ഷേ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. വൈഗ അണക്കെട്ട് തുറന്നു വിടേണ്ട സാഹചര്യമാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. അതും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണ്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ വെള്ളം കൊണ്ടുപോകണം എന്ന ആവശ്യം തമിഴ്നാട് നിരസിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 13,93,000 ലിറ്റർ വെള്ളമാണ് സെക്കൻഡിൽ ഈ അണക്കെട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പരമാവധി ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് 2,00,000-2.5 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 10 ലക്ഷം ലിറ്ററിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് അതിവേഗം ഉയരുകയും ചെയ്യും. സ്പിൽവേ അല്പം കൂടി ഉയർത്തി കുറച്ചുകൂടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുകിയാലും ആ പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരം ഉണ്ടാകും. പക്ഷേ അതും തമിഴ്നാട് സ്വീകരിക്കേണ്ടതുണ്ട്. തമിഴ്നാടാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ആ ഒരു അനിശ്ചിതത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും തമിഴ്നാട് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ വന്നിട്ടുണ്ട് എന്ന് പറയാം. വ്യക്തമാണ്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.